ചോദ്യം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദ ഫോളോയിങ് ഈസ് ഫസ്റ്റ് വൺ, ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ് ഡ്യൂറിംഗ് ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുത ലേപനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നു. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. വൈദ്യുത ലേപനം ഒരു വൈദ്യുത രാസപ്രവർത്തനമാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ആൻ എൻഡോജിക് റിയാക്ഷൻ. വൈദ്യുത ലേപനം ഒരു ഊർജാകിരണ പ്രവർത്തനമാണ്. ഇലക്ട്രിക്കൽ എനർജി ഈസ് റിലീസ്ഡ് ഡ്യൂറിംഗ് ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുത ലേപനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം മോചിപ്പിക്കപ്പെടുന്നു എന്നുള്ളവയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം വൈദ്യുത ലേപനം എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയാം. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈസിസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, അതായത് വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. എന്താണ് വൈദ്യുത വിശ്ലേഷണം? വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി കടന്നു പോകുമ്പോൾ അതിലെ കമ്പോണൻസ് അയോണുകളായിട്ട് വിഘടിപ്പിക്കുന്ന രാസപ്രവർത്തനമാണ് ഏത് ഇലക്ട്രോലൈസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. അതായത് സോഡിയം ക്ലോറൈഡ് അതായത് കറിയുപ്പ് നമ്മുടെ ഉരുകുന്ന അവസ്ഥയിൽ അതൊരു സോളിഡ് സ്റ്റേറ്റിൽ അത് വൈദ്യുതവാഹിയല്ല. എന്നാൽ മെൽറ്റിംഗ് പൊസിഷനിൽ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ലായനി വെള്ളത്തിൽ ലയിക്കുമ്പോൾ ആ പൊസിഷനിലേക്ക് മാറ്റപ്പെടുമ്പോൾ അത് വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് സോഡിയം പ്ലസ് അയണുകളും ക്ലോറിൻ മൈനസ് അയണുകളുമായിട്ട് വിഘടിക്കുകയും രാസപ്രവർത്തനം വിധേയമാക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന പദാർത്ഥത്തെ നമുക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന വൈദ്യുതരാസ പ്രവർത്തനത്തിൻ്റെ അഥവാ ഇലക്ട്രോലൈസിസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഏത് വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. വൈദ്യുത ലേപനം നമുക്കറിയാം ഒരു ലോഹത്തിൻ്റെ മേൽ മറ്റൊരു ലോഹം പൂശുന്ന ഒരു പ്രക്രിയയായിട്ടാണ് നമ്മുടെ കെമിസ്ട്രിയിൽ നമ്മൾ വൈദ്യുത ലേപനം പഠിച്ചു വരുന്നത്. നമുക്ക് കോപ്പർ എന്ന് പറയുന്ന ഒരു മെറ്റൽ നമുക്ക് ഇരുമ്പിൻ്റെ മുകളിൽ പൂശണമെങ്കിൽ നമ്മൾ കോപ്പറിനെ കൺസിഡർഡ് ആസ് ആനോഡായിട്ട് പോസിറ്റീവ് ടെർമിനലായിട്ടും കാഥോഡായിട്ട് ഈ അയണിനെ നമ്മൾ സ്വീകരിക്കും. ഒപ്പം ഒരു ലായനി നമുക്ക് ഈ മീഡിയം അയോണുകളുടെ ട്രാൻസ്മിഷന് ഒരു മീഡിയം ആവശ്യമാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് അഥവാ ഇവിടെ ലായനിയായിട്ട് കോപ്പർ സൾഫേറ്റ് CuSO4 നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഈ കോപ്പറിലെ കോപ്പർ പോയിട്ട് പറ്റിപ്പിടിക്കും, ഇരുമ്പിൻ്റെ മുകളിൽ പോയി പറ്റിപ്പിടിക്കും. അങ്ങനെ ഇരുമ്പിന് ഒരു കോപ്പർ കവറിങ് സൃഷ്ടിക്കപ്പെടും. ഇതിനെയാണ് നമ്മൾ വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുത ലേപനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം വൈദ്യുതോർജ്ജത്തിൻ്റെ സപ്പോർട്ട് കൂടിയായിട്ടാണ്, അതിൻ്റെ മോട്ടീവിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ശരിയായ പ്രസ്താവനയാണ്. നെക്സ്റ്റ്, വൈദ്യുത ലേപനം ഒരു വൈദ്യുത രാസപ്രവർത്തനമാണ്. ഇത് ശരിയാണ്. വൈദ്യുത ലേപനം എന്ന് പറയുന്നത് വൈദ്യുത രാസപ്രവർത്തനമാണ്. നമുക്കറിയാം വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡേ ആണ്. അതേപോലെ തന്നെ വൈദ്യുത രസതന്ത്രം ഇലക്ട്രോ കെമിസ്ട്രി അതിൻ്റെ പിതാവും നമ്മുടെ മൈക്കൽ ഫാരഡേ ആണ് ഇലക്ട്രോലൈസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം കണ്ടെത്തിയത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതും ഒരു ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, വൈദ്യുത ലേപനം ഒരു ഊർജ്ജ ആഗിരണ പ്രവർത്തനമാണ് എന്നുള്ളതാണ്. വൈദ്യുത ഊർജ്ജം തന്നെയാണ് ഇവിടെ ആഗിരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊരു ഊർജ്ജ ആഗിരണ പ്രവർത്തനമാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. വൈദ്യുത ലേപനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം മോചിപ്പിക്കപ്പെടുന്നു, വൈദ്യുതോർജ്ജം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണെങ്കിൽ ഇത് ശരിയായിരുന്നു. എന്നാൽ വൈദ്യുതോർജ്ജം ഇതിൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് പ്രവഹിക്കത്തില്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ദെർഫോർ ഇതിലെ കറക്റ്റ് ആൻസർ 4 ആണ്. എന്നാൽ വൈദ്യുതോർജ്ജം മോചിപ്പിക്കപ്പെടുന്ന രാസപ്രവർത്തനങ്ങൾ നമുക്കറിയാം. വൈദ്യുത സെല്ല് അഥവാ ഗാൽവനിക് സെൽ അല്ലെങ്കിൽ ഡാനിയൽ സെൽ, വോൾട്ടായിക് സെൽ ഇതൊക്കെ പ്രവർത്തിക്കുമ്പോൾ കാറിലെ ബാറ്ററി ഈ ബാറ്ററികളൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് വൈദ്യുതോർജ്ജം മോചിപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ജനറേറ്റർ വൈദ്യുതോർജ്ജം ഉണ്ടാക്കുന്ന ഉപകരണമാണ്. ഡൈനാമോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് എന്നൊക്കെ നമുക്ക് അറിയാം. ചോദ്യം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയല്ലാത്തത് ഏത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? എ സോൾട്ട് ഈസ് ഫോംഡ് ബൈ ദ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ്. ആസിഡും ബേസും തമ്മിലുള്ള നിർവീരീകരണത്തിൻ്റെ ഫലമായാണ് ഒരു ലവണം ഉണ്ടാകുന്നത്. ആൾ സാൾട്സ് ആർ ന്യൂട്രൽ സബ്സ്റ്റൻസ്. എല്ലാ ലവണങ്ങളും നിർവീര്യ ന്യൂട്രൽ പദാർത്ഥങ്ങളാണ്. സാൾട്ട് മേ ബി ആസിഡിക്, ബേസിക് ഓർ ന്യൂട്രൽ ഇൻ നേച്ചർ. ലവണങ്ങൾ ആസിഡ് ഗുണമോ ബേസിക് ഗുണമോ നിർവീര്യമോ ആകാം. സോഡിയം ക്ലോറൈഡ് ഈസ് എ സാൾട്ട് ഫോംഡ് ബൈ ദ ന്യൂട്രലൈസേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള നിർവീരീകരണ ഫലമായാണ് സോഡിയം ക്ലോറൈഡ് ലവണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കോൺട്രഡിക്ടറി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വിരുദ്ധ പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ശരിയല്ലാത്തത് ഏത് എന്ന് സെലക്ട് ചെയ്യാനുണ്ടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോൺട്രഡിക്ഷൻസ് ഉണ്ടോ നോക്കുക.
നമുക്ക് തീർച്ചയായിട്ടും കാണാം പരസ്പര കോൺട്രഡിക്ഷൻസ് ആയിട്ട് രണ്ട് പ്രസ്ഥാനങ്ങളിവിടെ. ഒന്നെന്താ പറയുന്നത്, എല്ലാ ലവണങ്ങളും നിർവീര്യ പദാർത്ഥങ്ങളാണ്, അതിനെ എതിർക്കുന്ന പ്രസ്താവനയാണിത്. ലവണങ്ങൾ ആസിഡ് ഗുണമോ ബേസിയ ഗുണമോ നിർവീര്യമോ ആകാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് പ്രസ്താവനകൾ മാത്രം പോയിന്റ് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. മറ്റു രണ്ട് പ്രസ്താവനകൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ശരി ഉത്തരം ഇതോ അല്ലെങ്കിൽ ഇതോ ആയിരിക്കും എന്നുള്ളത് കൺഫേം ആയി കഴിഞ്ഞു. എങ്കിലും ആസിഡും ബേസും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. HCl, അതായത് ഒരു സ്ട്രോങ് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് ഒരു സ്ട്രോങ് ബേസ് NaOH, ഇത് രണ്ടും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, വെരി ന്യൂട്രൽ, അത് ക്ലിയർ ന്യൂട്രൽ ആയിട്ടുള്ള NaCl പ്ലസ് H2O ഉണ്ടാകുന്നു. ഇതൊരു സ്ട്രോങ് ആസിഡാണ്. പൊട്ടൻഷ്യൽ pH മൂല്യം നമുക്കറിയാം, pH പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അളക്കുന്ന pH സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് <7 ആയിരിക്കും, ഇത് <7 ആയിരിക്കും. നമുക്ക് അറിയാം <7 ആകുമ്പോഴാണ് ആൽക്കലിയവ്, ഇത് =7 ആയിരിക്കും pH മൂല്യം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പ്രസ്താവന ഉണ്ടാകുന്ന സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് H2O എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ന്യൂട്രലാണ്. അപ്പോൾ എല്ലാ ലവണങ്ങൾ ആസിഡും ബേസും തമ്മിലുള്ള ധ്രുവീകരണത്തിന് ഫലമായിട്ടാണ് ഒരു ലവണം ഉണ്ടാകുന്നത് എന്നുള്ളൊരു പ്രസ്താവന ശരിയാണ്. അങ്ങനെയാണ് ആ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്നതിനെയാണ് നമ്മൾ ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നതിനാണ് നമ്മൾ എപ്പോഴും സാൾട്ട് എന്ന്, അതായത് ലവണം എന്ന് നമ്മൾ പറയുക. ആ പ്രസ്താവന ശരിയാണ്. ഇതിൻ്റെ സെയിം എക്സാമ്പിൾ എടുത്ത ആ സാധനം തന്നെ ഇവിടെ പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl പ്ലസ് NaOH ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇത് രണ്ട് പ്രസ്താവനയും ഓൾറെഡി ശരിയായി കഴിഞ്ഞു. പിന്നീട് നമുക്കറിയാതെ രണ്ട് പ്രസ്താവന, എല്ലാ ലവണങ്ങളും നിർവീര്യ പദാർത്ഥങ്ങളാണ്. ലവണങ്ങൾ ആസിഡ് ഗുണമോ ബേസി ഗുണമോ നിർവീര്യമാണ്, ഇതിൽ രണ്ടിലും സംശയമുള്ളത്. അപ്പോൾ എല്ലാ ലവണങ്ങളും നിർവീര്യമാണ് എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഒരു വലിയ ക്ലാസ്സുകളിൽ നമ്മൾ ഇതിപ്പോൾ ഒരു സ്ട്രോങ് ആസിഡാണ്, എന്നാൽ ഒരു സ്ട്രോങ് ആസിഡും നമുക്കൊരു വീക്ക് ബേസും ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിലുണ്ടാകുന്നതിന് ഒരു സ്മോൾ ആസിഡിക് സ്വഭാവം ഉണ്ടായിരിക്കും. അതായത് ആസിഡിൻ്റെ ഒരു സ്വഭാവം അതിന് വരും. അതേപോലെ തന്നെ ഒരു വീക്ക് ആസിഡും പ്ലസ് ഒരു സ്ട്രോങ് ബേസുമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു സ്മോൾ ബേസിക് സ്വഭാവം അതിനുണ്ടായിരിക്കും. അതായത് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതും ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. ലവണങ്ങൾ ആസിഡ് ഗുണമോ ബേസിക് ഗുണമോ നിർവീര്യമോ ആകാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ താഴ്ന്ന ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ശരിയായ പ്രസ്താവന ഇതാണ്. നമ്മൾ ലവണങ്ങൾ ആസിഡ് ഗുണമോ ബേസിക് ഗുണമോ നിർവീര്യമോ ആകാം എന്നുള്ളതാണ് ഇതിലെ ശരിയായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഉത്തരം. ചോദ്യം: ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എമംഗ് ദ ഫോളോയിങ് ഈസ്: ലോഹങ്ങൾ ദ്യുതി ഉള്ളവയാണ്. മെറ്റൽസ് ആർ ലോസ്ട്രസ്. ജനറലി മെറ്റൽസ് ആർ മാലിയബിൾ. പൊതുവേ ലോഹങ്ങളെ അടിച്ചു പരത്താൻ കഴിയും. മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറലി അസിഡിക്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് സ്വഭാവം കാണിക്കുന്നു. സം മെറ്റൽസ് റിയാക്ട് വിത്ത് ബേസസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. ചില ലോഹങ്ങൾ ബേസുകളുമായി പ്രതിപ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. ലോഹങ്ങൾ ദ്യുതി ഉള്ളവയാണ്. ലോഹദ്യുതി എന്ന് പറയുന്നത് ലോഹങ്ങളുടെ തിളക്കം വളരെ ലോഹങ്ങൾക്കുള്ളൊരു പ്രത്യേകത തന്നെയാണ്. പൊതുവെ ലോഹങ്ങളെ അടിച്ചു പരത്താൻ കഴിയും. നമുക്കറിയാം മാലിയബിലിറ്റി, അതുപോലെ തന്നെ ഡക്റ്റിയബിലിറ്റി, കമ്പിച്ചുരുളാക്കാനുള്ളത്, അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി, തെർമൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഒക്കെ പൊതുവെ കൂടുതലായിട്ടുള്ളത് ലോഹങ്ങൾക്കാണ് എന്ന് നമുക്കറിയാം. ലോഹ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് സ്വഭാവം കാണിക്കുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് സ്വഭാവമല്ല കാണിക്കുന്നത്. ലോഹ ഓക്സൈഡുകൾ സാധാരണയായി ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്. നമുക്ക് സോഡിയം ഓക്സൈഡും പ്ലസ് H2O ജലവുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സ്വഭാവം നമുക്കറിയാം. OH അയോൺസ് വിട്ടുകൊടുത്തുകൊണ്ട് ബേസിക് സ്വഭാവത്തിൽ നിന്ന് അത് ആൽക്കലിയിലേക്ക് നീങ്ങുന്ന സ്വഭാവം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് സോഡിയം ഇറ്റ് ഇസ് എ മെറ്റൽ, അതിൽ റിയാക്റ്റീവാണ് സോഡിയം. ക്രിയാശീല ശ്രേണിയിലൊക്കെ റിയാക്റ്റീവ് സീരീസിലൊക്കെ മുകളിൽ വരുന്ന ലോഹമാണ് സോഡിയം. അപ്പോൾ സോഡിയവും ഇത് ഉണ്ടാകുന്നു. അതേമാതിരി പൊട്ടാസ്യം ഓക്സൈഡും ജലവുമായി കലർന്ന് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നൊക്കെ ഇപ്പോൾ ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്, അസിഡിക് സ്വഭാവമല്ല. അസിഡിക് സ്വഭാവം സാധാരണയായിട്ട് കാണിക്കുന്നത് നോൺ മെറ്റൽസ് ആണ്. സൾഫർ, ഫോസ്ഫറസ്, കാർബൺ, നൈട്രജൻ, ക്ലോറിൻ എന്നൊക്കെ തുടങ്ങിയ നോൺ മെറ്റൽസ് ആണ് അസിഡിക് സ്വഭാവം ഉണ്ടാക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടിട്ടുണ്ടാവും, CO2 കാർബൺ ഡൈ ഓക്സൈഡും പ്ലസ് എന്ത് ആഡ് ചെയ്യുന്നു,
ജലം ആഡ് ചെയ്യുന്നു, H2O ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്. എന്നാൽ ലോഹങ്ങളുടെ ഓക്സൈഡുകൾ, നോൺ മെറ്റൽസിൻ്റെ ഓക്സൈഡുകൾ സാധാരണ കാണിക്കുന്നത് അസിഡിക് സ്വഭാവമാണ്. അപ്പോൾ ഈ പ്രസ്താവന ചേരുന്നത് നോൺ മെറ്റൽസിൻ്റെ ഓക്സൈഡ്സിനാണ്. എന്നാൽ അലുമിനിയം പോലെയുള്ള, ഇരുമ്പ് പോലെയുള്ള ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ദറ്റ് ഈസ് ബോർഡർ ലൈൻ മെറ്റൽസ് എന്ന് പറയും നമ്മൾ. അതായത് ബോർഡർ ലൈനിൽ വരുന്ന മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ബോർഡർ ലൈനിൽ വരുന്ന ആ മെറ്റൽസിന് പൊതുവെ അസിഡിക്കും അതേപോലെ തന്നെ ബേസിക് സ്വഭാവവും കൂടി മിക്സ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് എക്സെപ്ഷണൽ കേസാണ്. അപ്പോൾ ഒരു മെറ്റൽ ഓക്സൈഡ്, ഒരു മെറ്റലിൻ്റെ ഓക്സൈഡ് പ്ലസ് ഒരു നോൺ മെറ്റലിൻ്റെ ഓക്സൈഡ് തമ്മിലുള്ള റിയാക്ഷൻ ഏതുപോലെയായി വരും? ഒരു മെറ്റലിൻ്റെ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ബേസിക് സ്വഭാവമാണ്, നോൺ മെറ്റലിൻ്റെ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അസിഡിക് സ്വഭാവമാണ്. അപ്പോൾ ഈ രണ്ട് സ്വഭാവം കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ത്? ന്യൂട്രലൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് അത് മാറും എന്നുകൂടി മനസ്സിലാക്കുക. ചില ലോഹങ്ങൾ, അടുത്ത പ്രസ്താവന നോക്കൂ, ചില ലോഹങ്ങൾ ബേസുകളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. ചില ലോഹങ്ങൾ ബേസുകളുമായി പ്രതിപ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. ലോഹങ്ങൾ പൊതുവെ ബേസുകളുമായിട്ടും അതേപോലെ തന്നെ ആസിഡുമായിട്ടുമാണ് പ്രവർത്തിച്ച് ലിബറേറ്റ് ചെയ്യപ്പെടുന്നത്. എപ്പോഴും ഹൈഡ്രജൻ തന്നെയാണ്. അത് ആസിഡുകളുമായിട്ടാണ് കൂടുതലായി ഇവയ്ക്ക് ആ സ്വഭാവത്തിൽ കൂടുതലായിട്ട് ഒന്നുകൂടി പറയാൻ പറ്റുന്ന ആസിഡിലാണെന്ന് മാത്രം. അലുമിനിയം, ദാറ്റ് ഈസ് മെറ്റൽ, അലുമിനിയം പ്ലസ് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ എന്ന് പറയുന്ന, OHലെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസാണ് അവിടെ ലിബറേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അലുമിനിയം നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുകയാണിത്. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിലും അവിടെയും നമുക്ക് ഹൈഡ്രജൻ ആണ് അവിടെ ലിബറേറ്റ് ചെയ്യുക. അലുമിനിയം, മെറ്റൽ, ഹൈഡ്രജനും ഒരു മെറ്റലിക് സ്വഭാവമുള്ളവയാണ്. അപ്പോൾ ഹൈഡ്രജൻ അവിടെ ലിബറേറ്റ് ചെയ്തിട്ട് നമുക്ക് അലുമിനിയം ക്ലോറൈഡാണ് അവിടെ ഫോം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ ലോഹങ്ങൾ ബേസുകളുമായി പ്രതിപ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാകുന്നു എന്ന പ്രസ്താവന ഇതിൽ ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ദിസ് ഈസ് 3 is the answer. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ളവയിൽ താപമോചക പ്രവർത്തനം ഏത് എന്നാണ് ചോദ്യം. ഐഡന്റിഫൈ ദ എക്സോതെർമിക് ചേഞ്ച് ഫ്രം ദ ഫോളോയിങ്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ്. ആസിഡും ബേസും തമ്മിലുള്ള നിർവീരീകരണം. ഡിക്കമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓൺ ഹീറ്റിംഗ്. ചൂടാക്കുമ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നു. മെൽറ്റിംഗ് ഓഫ് ഐസ് ഉരുകുന്നു. തെർമൽ ഡിക്കമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റിൻ്റെ താപീയ വിഘടനം. വളരെ കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. ചൂടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ താപം കൊടുക്കേണ്ട രാസപ്രവർത്തനമാണ്. അപ്പോൾ ഇതല്ല ആൻസർ. ഐസ് ഉരുകുമെങ്കിൽ താപം കൊടുക്കണം, ഇതുമല്ല ആൻസർ. കാൽസ്യം കാർബണേറ്റ് താപീയ വിഘടനം എന്ന് പറയുമ്പോൾ താപം കൊടുത്തിട്ടുണ്ടാകുന്ന വിഘടനമാണ്. ദർഫോർ ആസിഡും ബേസും തമ്മിലുള്ള നിർവീരീകരണമാണ് താപമോചക പ്രവർത്തനമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ചോദ്യം, സെപ്പറേറ്റിംഗ് ഫണൽ എന്ന ഉപകരണം ഉപയോഗിച്ച് വേർതിരിക്കാൻ കഴിയും. സെപ്പറേറ്റിംഗ് ഫണൽ ഈസ് ആൻ അപ്പാരറ്റസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഓപ്ഷൻ മിസിബിൾ ലിക്വിഡ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ ദർ ബോയിലിംഗ് പോയിന്റ്. തിളനിലയിൽ വലിയ വ്യത്യാസമുള്ള പരസ്പരം കലരുന്ന ദ്രാവകങ്ങൾ. മിസിബിൾ ലിക്വിഡ് വിത്ത് വെരി സ്മാൾ ഡിഫറൻസ് ഇൻ ദർ ബോയിലിംഗ് പോയിന്റ്. തിളനിലയിൽ ചെറിയ വ്യത്യാസമുള്ള പരസ്പരം കലരുന്ന ദ്രാവകങ്ങൾ. കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ. കടൽ ജലത്തിലുള്ള കറിയുപ്പ്. ഇമിസിബിൾ ലിക്വിഡ് പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ എന്നുള്ളവയാണ് ഓപ്ഷൻസ്. അപ്പോൾ തിളനിലയിൽ വലിയ വ്യത്യാസമുള്ള പരസ്പരം കലരുന്ന ദ്രാവകങ്ങൾ. ഡിഫറൻസ് ഇൻ ദർ ബോയിലിംഗ് പോയിന്റ് ആസ് ഇൻ വെരി സ്മോൾ. ദ പ്രോസസ് ഈസ് വാട്ട്? ദ ഡിസ്റ്റിലേഷൻ എന്നുള്ളതാണ് പ്രോപ്പർട്ടി. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഡിഫറൻസ് കാരണം നമ്മുടെ ഒരു ഈ ലിക്വിഡിൽ 2 മിക്സ്ചർ ഉണ്ട്. ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഡിഫറൻസ് കാരണം നമ്മളിതിൻ്റെ അടിയിൽ ചൂടാക്കുമ്പോൾ ഈ ലിക്വിഡിൽ ആദ്യം തിളയ്ക്കുന്ന സാധനം വേപ്പറൈസേഷൻ ആവുകയും ആ വേപ്പർ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് അതിനെ കണ്ടൻസ് ചെയ്തിട്ട് വീണ്ടും ഇവിടേക്ക് എടുക്കാൻ കഴിയും. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. തിളനിലയിൽ ചെറിയ വ്യത്യാസമുള്ള പരസ്പരം കലർന്ന ദ്രാവകങ്ങളാണെങ്കിൽ ഡിസ്റ്റിലേഷൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പ്രോസസ് ആയിട്ടുള്ള ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നാണ് പറയുക. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ ആംശിക സ്വേദനം എന്ന് പറയും നമുക്ക്. ഇപ്പോൾ നൈട്രിക് ആസിഡും ജലവുമാണെങ്കിൽ ഇത് വളരെ വ്യത്യാസമാണ്. നൈട്രിക് ആസിഡും ജലവും തമ്മിൽ കമ്പാരിറ്റീവ്ലി എഥനോളും ജലവും തമ്മിലുള്ളതിനേക്കാൾ. അപ്പോൾ നൈട്രിക് ആസിഡും ജലവുമാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. നൈട്രിക് ആസിഡ് അല്ല പകരം എഥനോളും ജലവുമാണെങ്കിൽ നമുക്ക്
ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുക. കടൽ ജലത്തിലെ കറിയുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, കറിയുപ്പും കടൽ ജലവും തമ്മിൽ വാട്ടറും രണ്ടും തമ്മിലുള്ള മിക്സാണ്. വാട്ടർ ജലവും ഉപ്പും തമ്മിലുള്ള, ജലത്തിന് എന്ത് ചെയ്യാം, വേപ്പറൈസേഷൻ ചെയ്യാം. എന്നാൽ ഉപ്പിന് എന്ത് ചെയ്യില്ല, സാൾട്ടിന് എന്ത് ചെയ്യില്ല, വേപ്പറൈസേഷൻ ഇല്ല. അപ്പോൾ ഇത് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും, ജലം വേപ്പറാവുകയും അത് വേർതിരിച്ചിട്ട് അവസാനം ഉപ്പ് മാത്രം ഇവിടെ വറ്റി കിട്ടുകയും ചെയ്യും. നമ്മൾ വേപ്പറൈസേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെപ്പറേറ്റിംഗ് ഫണൽ എന്നുള്ള ഉപകരണമാണ് പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ, ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ നമുക്ക് വേർതിരിക്കാൻ കഴിയുന്നത്. ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഡിഫറൻസും അതേപോലെ മിക്സ് ചെയ്യാത്ത രണ്ട് സാധനങ്ങളാണെങ്കിൽ, അതായത് നമ്മളുടെ ഓയിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ ഓയിൽ ജലം രണ്ടും നമ്മൾ സെപ്പറേറ്റ് ലെയർ ആയിട്ട് രണ്ട് ഫേസ് ആയിട്ട് തന്നെ മിക്സ് ചെയ്യാതെ രണ്ട് ഫേസ് ആയിട്ട് നിലനിൽക്കും. ഒന്ന് ജലം താഴെയും എണ്ണ അതായത് ഓയിൽ മുകളിൽ നിൽക്കും. അപ്പോൾ നമ്മളൊരു ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് സെപ്പറേറ്റിംഗ് ഫിൽറ്റർ എന്ന് പേര്. അതിൻ്റെ അടിയിലൊരു ഹോൾ ഉണ്ടാവും. ഈ ഹോളിലൂടെ ചെറിയ ഡ്രോപ്പായിട്ട് നമുക്ക് അവസാന ഘട്ടത്തിൽ, ആദ്യമൊക്കെ പെട്ടെന്ന് എടുക്കാം, പിന്നെ ഈ അവസാന ഘട്ട ലെയർ എത്തുമ്പോൾ ചെറിയ ഡ്രോപ്പായിട്ട് നമുക്ക് വളരെ ശ്രദ്ധിച്ചിട്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതിനെയാണ് നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആൻസർ പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ. ചോദ്യം: ചില മരുന്നുകളും രാസവസ്തുക്കളും തവിട്ട് നിറത്തിലുള്ള കുപ്പികളിൽ സൂക്ഷിക്കുന്നത് ഏത് രാസപ്രവർത്തനം തടയുന്നതിനാണ്? Certain medicines and chemicals are stored in brown color bottle to protect them from undergoing. First one, photochemical reaction, പ്രകാശ രാസപ്രവർത്തനം. കെമിക്കൽ റിയാക്ഷൻ, വൈദ്യുത രാസപ്രവർത്തനം. തെർമോകെമിക്കൽ റിയാക്ഷൻ, താപ രാസപ്രവർത്തനം. എക്സോതെർമിക് റിയാക്ഷൻ, താപമോചക രാസപ്രവർത്തനം. ഇതിൻ്റെ ആൻസർ പ്രകാശ രാസപ്രവർത്തനമാണ്. പ്രകാശം കടന്നു പോകുമ്പോൾ രാസപ്രവർത്തനത്തിന് വിധേയമാകുന്ന വസ്തുക്കളെ അത് തടയുന്നതിന് വേണ്ടിയാണ് നമ്മൾ തവിട്ട് കളറിലുള്ള കുപ്പിയിൽ സൂക്ഷിക്കുന്നത്. നമ്മുടെ ഗ്ലാസിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഏത് കളറാണെങ്കിൽ അതിനനുസരിച്ചുള്ള വികിരണങ്ങളെ മാത്രമേ, കളർ ലൈറ്റിലെ കണ്ടൻറ്റ് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയുള്ളൂ. അതായത് വലിയ ഒരു പ്ലെയിൻ ഗ്ലാസ് ഫുള്ള് റേനെ ഉള്ളിലേക്ക് കടത്തിവിടുമെങ്കിൽ മഴവില്ലെ പോലെ VIBGYOR ഇതിൽ ഡിഫറെൻറ്റ് ലൈറ്റ് റേസ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് ലൈറ്റ് റേസ് അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് വികിരണങ്ങൾ മാത്രമേ ഫിൽട്ടർ ചെയ്തിട്ട് ഉള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ചോദ്യം: ഒരു ഭൗതിക മാറ്റം നടക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതവസരത്തിലാണ്? എ ഫിസിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് വെൻ വിനെഗർ ഈസ് മിക്സഡ് വിത്ത് ബേക്കിംഗ് സോഡ. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി കലർത്തുമ്പോൾ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ കൂടി കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ. ആൻഡ് അയൺ നൈൽ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഒരു ഇരുമ്പാണി കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഇടുമ്പോൾ. സോഡിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ടു വാട്ടർ. കറിയുപ്പ് ജലത്തിലേക്ക് ചേർക്കുമ്പോൾ. വിനാഗിരി അതായത് അസറ്റിക് ആസിഡ്, ബേക്കിംഗ് സോഡ അതായത് കാൽസ്യം ബൈകാർബണേറ്റ്, ഇത് രണ്ടുമായി കലർത്തുമ്പോൾ ഉണ്ടാകുന്ന കൃത്യമായ ഒരു രാസപ്രവർത്തനമാണ് കെമിക്കൽ റിയാക്ഷനാണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2 കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് എന്ത് കടത്തിവിടുന്നു? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുന്നു, അതായത് CO2 കടത്തിവിടുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. കാൽസ്യം കാർബണേറ്റ് ആണ്. മുട്ടത്തോട് എന്നൊക്കെ പറയുന്ന നമ്മുടെ മെറ്റീരിയലായിട്ടുള്ള എലമെൻ്റായിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് നമുക്കറിയാം വെളുത്ത പൊടിയുടെ രൂപത്തിലാണ് അതിൽ ആ മിക്സ്ചറിൽ അത് പ്രത്യക്ഷപ്പെടുക. നമ്മൾ പറയാണ്ട് ചുണ്ണാമ്പ് വെള്ളത്തിൽ പാൽ നിറമാക്കാൻ കഴിയുന്ന വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കടത്തിവിടുമ്പോഴാണ് നമ്മളതിലേക്ക് ഊതുമ്പോൾ തന്നെ അതിനൊരു കളറ് വരും. അതുപോലെ തന്നെ അതിന് വെളുത്ത നിറം അതിന് അവസാനത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് കാൽസ്യം കാർബണേറ്റും ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഈ പ്രവർത്തനം ഒരു രാസപ്രവർത്തനം ആണ്. ഇരുമ്പാണി കോപ്പർ സൾഫേറ്റ് ലായനിയിലിടുമ്പോൾ സംഭവിക്കുന്നത് നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്, ആദേശ രാസപ്രവർത്തനമാണ്. ഇരുമ്പ് എന്ന് പറയുന്നത് കോപ്പറിനേക്കാളും നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പറഞ്ഞു. പൊട്ടാസ്യം, സോഡിയം, പൊസോക്കാമെ അനി, കാൽസ്യം, പൊസോക്കാമെ മഗ്നീഷ്യം, പൊസോക്കാമെ അനി എന്ന് പറയുന്ന ആ റിയാക്ടിവിറ്റി സീരീസിൽ നമുക്ക് അയേൺ എടുക്കുമ്പോൾ, അതായത് അയേൺ എടുക്കുമ്പോൾ കോപ്പറിനേക്കാളിലും ശക്തി കൂടിയ റിയാക്റ്റീവായിട്ടുള്ള ആളാണ് ഇരുമ്പ്. അതുകൊണ്ട് തന്നെ ഇരുമ്പും കോപ്പർ സൾഫേറ്റ് CuSO4ലേക്ക് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഇരുമ്പ് അയേൺ ഈ കോപ്പറിനെ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. റിയാക്ടിവിറ്റി കൂടിയ അയേൺ
റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുകയും കോപ്പർ അവിടെ ലിബറേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്യും. ആ പ്ലേസ് ഒഴിവാക്കിയിട്ട് പോരുകയും ചെയ്യും. ആ സ്ഥാനത്ത് ആര് കൈയടക്കും? ആ ശക്തി കൂടിയ അയൺ കൈയടക്കും. അപ്പോൾ അത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു കെമിക്കൽ പ്രോസസ്സാണ്. നെക്സ്റ്റ് അടുത്തത് കറിയുപ്പ് ജലത്തിലേക്ക് ചേർക്കുമ്പോൾ എന്നുള്ളതാണ്. ഇതാണ് ഇവയിൽ ഒരു രാസപ്രവർത്തനമല്ലാത്ത. കറിയുപ്പ് ജലത്തിലേക്ക് ചേരുമ്പോൾ ഉണ്ടാകുന്നത് NaCl + H2O + H2O എന്ന് പറയുന്നത് ഓൺലി എ മിക്സ്ചർ. അതൊരു മിക്സ്ചറാണ്. അതൊരു കെമിക്കൽ ചേഞ്ചിന് അത് വിധേയമായിട്ടുണ്ടാവില്ല. ആ മിക്സ്ചറിന് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കത് ചൂടാക്കി കഴിഞ്ഞാൽ, ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ അടിയിൽ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സോഡിയം ക്ലോറൈഡിനെ വറ്റിച്ചെടുക്കാനും H2Oനെ വേപ്പറൈസ് ചെയ്യാനും കഴിയും. അങ്ങനെ വേർതിരിച്ചെടുക്കാൻ കഴിയും. ഒരു കെമിക്കൽ പ്രോഡക്റ്റിനെ നമുക്ക് അങ്ങനെയുള്ള പ്രോസസ്സിലൂടെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ കറിയുപ്പ് ജലത്തിലേക്ക് ചേർക്കുന്നു എന്നുള്ളത് ഒരു കെമിക്കൽ പ്രോസസ്സല്ല. അതുകൊണ്ട് തന്നെ അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്, ഭൗതിക മാറ്റമാണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടച്ചിട്ട മുറിയിൽ കൽക്കരി കത്തിക്കുന്നത് അപകടകരമാണെന്ന് പറയാൻ എന്താണ് കാരണം? അടച്ചിട്ട മുറിയിൽ it is dangerous to burn coal in a closed room because of the production of. അടച്ചിട്ട മുറിയിൽ കൽക്കരി കത്തിക്കുന്നത് അപകടകരമാണ്. കാരണം കൽക്കരിയിലെ എല്ലാം നമ്മുടെ ഇതിൻ്റെയൊക്കെ ബേസിക് ഉള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, കാർബണാണ്. അപ്പോൾ കാർബണും ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഉണ്ടാവാനുള്ള ചാൻസ്. ഇതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ ഇഷ്ടംപോലെ ഓക്സിജനുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുക കാർബൺ ഡയോക്സൈഡാണ്. അതായത് ഓക്സിജൻ സമൃദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് എന്തുണ്ടാക്കാം? കാർബൺ ഡയോക്സൈഡ് തന്നെ ഫോം ചെയ്യാം. എന്നാൽ ഓക്സിജൻ സമൃദ്ധമായിട്ട് കിട്ടാത്തൊരു സ്ഥലത്ത് സംബന്ധിച്ചോളം, ഓക്സിജൻ സമൃദ്ധമായിട്ടുണ്ടെങ്കിൽ ഒരു കാർബണും 2 ഓക്സിജൻ ഇഷ്ടം പോലെ ഉണ്ട്. കാർബണ് ഇഷ്ടപ്പെടുന്നതും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവാനാണ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. എന്നാൽ അടച്ചിട്ട മുറിയെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് വായു പിന്നീട് അവിടേക്ക് പ്രവേശിക്കുന്നില്ല. ഓക്സിജൻ തീർന്നു പോകുന്ന അവസ്ഥയിൽ വീണ്ടും എന്താ സംഭവിക്കുക? CO2 ഉണ്ടാവാതെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ആ പ്രവർത്തനം മാറിപ്പോകും. അതുകൊണ്ട് കൂടുതൽ ശരീരത്തിന് നമ്മുടെ രക്തത്തിലും ബ്ലഡിലൊക്കെ കടന്നു കഴിഞ്ഞാൽ പ്രവർത്തനങ്ങളെയൊക്കെ മന്ദീഭവിപ്പിക്കാവുന്ന, പെട്ടെന്ന് മരണത്തിന് കാരണമാകാവുന്ന ഒരു സാധനമാണ് കാർബൺ മോണോക്സൈഡ്. അതുകൊണ്ട് നമുക്ക് അത് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഇവിടെ ഉത്തരം ആയിട്ട് പറയുന്നത്. ഖരാവസ്ഥയിലുള്ള നാഫ്തലിൻ ചൂടാക്കുമ്പോൾ ബാഷ്പമായി മാറുന്നു. ഈ പ്രതിഭാസത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. വെൻ സോളിഡ് നാഫ്തലിൻ ഈസ് ഹീറ്റഡ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വേപ്പർ. ദ ഫിനോമിനൻ ഈസ് കാൾഡ് ഫസ്റ്റ് വൺ വേപ്പറൈസേഷൻ, ബാഷ്പീകരണം; സബ്ലിമേഷൻ, ഉത്പാദനം; കണ്ടൻസേഷൻ, സാന്ദ്രീകരണം; ലിക്വിഫിക്കേഷൻ, ദ്രവീകരണം. ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഉൽപ്പതനമാണ്. ഇതിൻ്റെ ആൻസർ സബ്ലിമേഷനാണ്. ഒരു ഖരാവസ്ഥയിൽ നിന്ന്, ഇപ്പോൾ കർപ്പൂരം, നാഫ്തലിനൊക്കെ ആണെങ്കിൽ ഈ ഖരാവസ്ഥയെ നേരിട്ട് ചൂടാക്കുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാതെ, ദ്രാവകാവസ്ഥയിലേക്ക് പ്രവേശിക്കാതെ നേരെ എന്തായിട്ട് മാറും? അത് വേപ്പറായിട്ട് മാറും. വേപ്പറൈസേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്ന് വിളിക്കുന്നത്. വേപ്പറൈസേഷൻ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ സാന്ദ്രീകരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ടൻസേഷൻ ചെയ്തിട്ടാണ് വായുവിലെ ഘടകങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്സിജനെയും ഹൈഡ്രജനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സാന്ദ്രീകരണമാണ്. ദ്രവീകരണം എന്ന് പറഞ്ഞാൽ ദ്രാവക രൂപത്തിലാക്കിയിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ ദ്രവീകരണം എന്ന് പറയുന്നത്. ചോദ്യം, ഓട് അഥവാ ബ്രോൺസ് എന്ന ലോഹ സങ്കീർണത്തിൻ്റെ ഘടകങ്ങൾ ഡാഷ് ആണ്. ബ്രോൺസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ സിങ്ക്, കോപ്പർ ആൻഡ് സിൽവർ, കോപ്പർ ആൻഡ് ടിൻ, കോപ്പർ ആൻഡ് ഗോൾഡ്. അപ്പോൾ ഇവിടെ കോപ്പറും ടിന്നും ചേർന്നാണ് SN, ദറ്റ് ഈസ് കോപ്പർ ആൻഡ് ടിന്ന്. ഇത് രണ്ടും ചേർന്നാണ് നമ്മുടെ ഓട് അഥവാ ബ്രോൺസ് ഉണ്ടാക്കുന്നത്. ഓട് അഥവാ ബ്രോൺസ്. വേറൊരു പേരുള്ളതിന് വെങ്കലം എന്നാണ്. വെങ്കലം. നമ്മൾ മെഡലൊക്കെ, ഒളിമ്പിക്സിൻ്റെ മെഡലൊക്കെ നമ്മൾ പറയുമ്പോൾ ഓട് മെഡൽ അല്ലെങ്കിൽ വെങ്കല മെഡൽ എന്ന് പറയും. സ്വർണം, വെള്ളി, ഓട് അല്ലെങ്കിൽ സ്വർണം, വെള്ളി, വെങ്കലം എന്ന് പറയും. അത് കോപ്പറും ടിന്നും ചേർന്നാണ്. ടിന്ന് നമുക്കറിയാം SN ആണ്, കോപ്പർ Cu ആണ്, SN 50 ആണ് അറ്റോമിക് നമ്പർ എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇനി മറ്റൊന്ന് ഇവിടെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ടത്
കോപ്പറും സിങ്കും ചേർന്നുണ്ടാക്കുന്ന ഒരു അലോയിഡാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുക. കോപ്പറും സിങ്കും ചേർന്ന് ഉണ്ടാകുന്ന ലോഹസങ്കരം എന്ന് പറയുന്നത് ദറ്റ് ഈസ് ബ്രോൺസ് അല്ല, ദറ്റ് ഈസ് ബ്രാസ് ആണ്. ബ്രാസ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? അത് പിച്ചളയാണ്. അത് പിച്ചള. അപ്പോൾ സിങ്കിന് വേറൊരു പേര് കൂടിയുണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നാഗം എന്ന് പറയും. ചെമ്പ് സിങ്ക്, ചെമ്പ് നാഗം. നാഗം കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? ബ്രാസ് അഥവാ പിച്ചള ഉണ്ടാകുന്നു. എന്നാൽ കോപ്പറും ടിന്നും, ടിന്നിന് വേറൊരു പേരാണ് വെളുത്തീയം. കോപ്പറും ടിന്നും കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? വെങ്കലം അഥവാ ഓട് അഥവാ ബ്രോൺസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു സെക്ഷനാണ്. നെക്സ്റ്റ് അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ള മൂലകങ്ങളിൽ ലാറ്റിൻ നാമത്തിൽ നിന്ന് പ്രതീകം സ്വീകരിച്ചിട്ടില്ലാത്തത് ഏതാണ്? നാട്രിയം നമുക്കറിയാം, സോഡിയം. കാലിയം നമുക്കറിയാം, പൊട്ടാസ്യം. കുപ്രിയം നമുക്കറിയാം, കോപ്പർ. നമുക്കുള്ളത് Ca ആണ്, കൽസ്യമാണ് നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താവുന്ന ആൻസർ. ദിസ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, താഴെ നൽകിയിട്ടുള്ളവയിൽ സമീകൃത സമവാക്യം, രാസസമവാക്യം അല്ലാത്തത് ഏത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ? നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബാലൻസ് ആണ് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ദറ്റ് ഈസ് 3N2, നൈട്രജൻ 6 ആണ് അവിടെ. നമുക്കിവിടെ നൈട്രജന് നമുക്ക് 6 ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. നമുക്ക് നൈട്രജൻ്റെ ഒപ്പം 2 ആണ് അവിടെ വരുന്നത്. ദെർഫോർ ദിസ് ഈസ് ദ ബാലൻസ്ഡ് അല്ലാത്ത ക്വസ്റ്റ്യൻ. ഇതാണ് അടുത്ത ചോദ്യം. ചൂടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് താപോർജ്ജത്തിൻ്റെ കുചാലകം? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് എനർജി? അലുമിനിയം മെറ്റലാണ്, കോപ്പർ മെറ്റലാണ്, അയൺ മെറ്റലാണ്. നോൺ മെറ്റലായിട്ട് ആരാ വരുന്നത്? സൾഫറാണ്. നമുക്കറിയാം മെറ്റൽസ് നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നതാണ്. സൾഫറാണ് ഇതിൻ്റെ കറക്റ്റ്. ദെർഫോർ സൾഫർ ഈസ് ദ ആൻസർ.